വാട്സപ്പിൻ്റെ ഒരു CRM സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സമയം വാട്സപ്പിലാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് ചെയ്യുന്നവരായാലും സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വാട്സപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ജോലികളും അവരുടെ വർക്കുകളും അവരുടെ സംഘടനയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തി എന്ന നിലക്ക് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒന്ന് തന്നെയാണ് ഒരു വാട്സപ്പിൻ്റെ CRM, അതായത് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. കൃത്യമായി ഓരോ ആളുകളെയും ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വരുന്ന ഒരു ലീഡ്സിനെ കൃത്യമായി ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു സെയിലാക്കി മാറ്റാൻ പറ്റുക. ഒരുപക്ഷെ നമ്മുടെ ഒരു സ്റ്റാഫിനെ വെച്ചുകൊണ്ട് പോലും നമ്മൾ വാട്സപ്പ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിലും പല സമയത്തും നമുക്ക് അവരെ കോൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ അവരിലേക്ക് മെസ്സേജ് വിടേണ്ട സമയത്തൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. പക്ഷെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്, ആ ദിവസത്തിലേക്ക് നമുക്ക് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നിങ്ങളുടെ ബിസിനസ്സിനെ, അതല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഒരു 50% നിങ്ങൾക്ക് സഹായകരമാകുന്ന, നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പിനോടൊപ്പം നിങ്ങൾക്കൊന്നുകൂടി അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ വാട്സപ്പിൻ്റെ CRM സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ മെസ്സേജ് അയക്കാത്തതുകൊണ്ട് ഇതിൽ മെസ്സേജുകളും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു ഫയൽ നിങ്ങൾക്ക് തരും. ഇതിൻ്റെ ഒരു ഡെമോ നിങ്ങളുടെ വാട്സപ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ കാണിച്ചു തരണമെങ്കിൽ അങ്ങനെ കാണിച്ചു തരും. 1-2 ദിവസം നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവേഷൻ കീ നമ്മൾ തരും. ഈ രീതിയിലൊക്കെ നിങ്ങൾക്കിതിൻ്റെ പരിശോധനകൾ നടത്തി നിങ്ങൾക്കത് ഉപകാരപ്രദമാവും എന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്കിതുകൊണ്ട് ഉപയോഗമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഞങ്ങൾ റീഫണ്ട് ഓപ്ഷനും വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു വർക്കിംഗ് രീതി എങ്ങനെയാണ് എന്നുള്ളത് പരിചയപ്പെടാം. നോർമലി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു സിസ്റ്റത്തെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മുകളിൽ കാണുന്ന ഇതിൽ ആൻഡ്രോയിഡ്, ഫേവറേറ്റ്, 1-to-1, ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ടാബുകൾ നമുക്ക് കാണാൻ പറ്റില്ല. വാട്സപ്പിൻ്റേതായിട്ടുള്ള ഒരു ആൻഡ്രോയിഡ്, ഫേവറേറ്റ്, ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഓരോ പേരുകളിൽ നമുക്ക് ഓരോ ടാബുകളെ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ അതിൽ ലേബൽസുകളുണ്ട്. ആ ലേബൽസ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് കൊണ്ടുവരുന്ന ഈ ഒരു ടാബ് സംവിധാനം ഉണ്ടാകുമ്പോൾ ഓരോ കസ്റ്റമറെയും ഓരോ സെപ്പറേറ്റ് ടാബിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, നമുക്കിന്ന് ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നു. നമ്മളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡൊക്കെ സംസാരിച്ചതിന് ശേഷം ആ കസ്റ്റമർ നമ്മോട് പറയുന്നുണ്ട് കോണ്ടാക്റ്റ് വിത്തിൻ 2 വീക്ക്, അതായത് 2 വീക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടാബ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയും ആ കസ്റ്റമറെ ആ ഒരു ടാബിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ കസ്റ്റമറെയും, ചില കസ്റ്റമർ ചിലപ്പോൾ 2ാമത്തെ ദിവസം കോണ്ടാക്ട് ചെയ്യേണ്ടി വരും, ചില കസ്റ്റമറെ നമ്മൾ വിത്തിൻ 1 hour കൊണ്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഓരോ കാറ്റഗറികളിലായിട്ട് നമുക്ക് ടാബുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ സൈഡ് ബട്ടണിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ഫസ്റ്റിലുള്ള ഒരു ഓപ്ഷനെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൻ്റെ ഒരു സംവിധാനമാണ്. ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ 1-to-1 ആയിട്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ആളുകളിലേക്ക് കൊടുക്കേണ്ടത് ഒന്നല്ലെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് വിടും,
അതല്ലെങ്കിൽ നമ്മൾ ഈ 1 to 1 ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും അത് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ ആളുകൾ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് വിട്ടാൽ അവർക്ക് എത്തില്ല, അത് അവർക്ക് എത്തിയെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഏകദേശം 4 ഓപ്ഷനുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്ന് 1 to 1, അതായത് ഒരാൾക്ക് പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയക്കാനുള്ള സംവിധാനം. ആ പേഴ്സണൽ മെസ്സേജിൽ ഗൂഗിളിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗൂഗിളിലല്ല, നമ്മുടെ കയ്യിൽ ഒരു എക്സലിൽ ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ എക്സൽ ഫയലിലെ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ ഒന്നാമത്തത്. അപ്ലോഡ് ചെയ്തുകൊണ്ട് എത്ര കോണ്ടാക്റ്റുകളുണ്ടോ അത്ര കോണ്ടാക്റ്റുകളിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, അങ്ങനെ മെസ്സേജ് അയച്ച ബാൻ വരില്ലേ? അങ്ങനെ ബാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു ഡിലേ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ്, ഓരോ മെസ്സേജുകൾക്ക് തമ്മിലുള്ള ഗ്യാപ്പുകൾ നമുക്കവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 to 10 അല്ലെങ്കിൽ ഒരു 7 to 12 ഒക്കെ കൊടുത്താൽ നമുക്ക് ബാൻ ആവാതെ ഈ വാട്സപ്പിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത് ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ്, നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളിലേക്കും നമുക്ക് അവരുടെ കോണ്ടാക്റ്റുകൾ മൊത്തത്തിൽ അവിടെ കാണിക്കും. നിലവിൽ ഇവിടെ കോണ്ടാക്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾക്ക് ആരുടെയൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് ആ കോണ്ടാക്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗ്രൂപ്പ് കോണ്ടാക്റ്റ്. നിലവിൽ നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിലെ ആളുകളിലേക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്ത് ആ ഗ്രൂപ്പിലെ കോണ്ടാക്റ്റുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലെ ഓരോ ആളുകൾക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ടാബുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ടാബിലേക്ക് വിടാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ടാബ് എന്നുള്ളത് എടുത്താൽ നമ്മളിവിടെ ടാബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടാബ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിലവിൽ ടാബുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആവാത്തത്. അതുപോലെ തന്നെ ലാബിലുകൾ, ആ ബിസിനസ് അക്കൗണ്ടിൽ നമ്മൾ ലാബിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാബിലെ ആളുകൾക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തത് ഗ്രൂപ്പുകളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ 10-15 ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ്, 100-ലധികം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഒരു 10 ഗ്രൂപ്പിലേക്ക് നമുക്ക് ഒരേ മെസ്സേജാണ് വിടാനുള്ളതെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ഗ്രൂപ്പുകളും കാണാൻ പറ്റും. ആ ഗ്രൂപ്പുകൾ ഓരോന്നായി ടിക്കിട്ട് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബിൽ കോണ്ടാക്റ്റുകളിലേക്കും ആ രീതിയിൽ ഇപ്പോൾ ഒരുപാട് ടാബുകൾ ഉണ്ടെങ്കിൽ ആ ടാബിലേക്കൊക്കെ ഒന്നിച്ച് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ലാബിലേക്ക് മാത്രം വിടാനുള്ളതാണ്. നമ്മൾ ഓരോ ലാബിലുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡിങ് പെങ്ങൻ്റ് ഓരോന്ന് ചിലപ്പോൾ റിമൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. ആ ആളുകളിലേക്ക് വിടാനുള്ള ഓപ്ഷനാണത്. പിന്നെ ടാബിലേക്ക് വിടാനുള്ള ഓപ്ഷൻ, നമ്മൾ ഓരോ ടാബുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ ടാബിലേക്ക് മാത്രം മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാറ്റഗറികളിലേക്കും മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മെസ്സേജിൽ വന്നാൽ തന്നെ നമുക്ക് മെസ്സേജ് മാത്രം വിടാം. ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ്, ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസുകളൊക്കെ, ഓഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം മെസ്സേജുകൾ വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഇതിൽ പിന്നെ നമുക്ക് നേരത്തെ ഒരു ടെംപ്ലേറ്റ്സുകൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് വരാനിരിക്കുകയാണെങ്കിൽ ആ ക്രിസ്മസിന് ഒരു വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ഇമേജോടുകൂടി ഒരു വോയിസ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ വന്ന് നമുക്കത് സെലക്ട് ചെയ്ത് ആ മെസ്സേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമറുടെ പേര് വെച്ചുകൊണ്ട് വാട്സപ്പിൽ അവരെന്താണോ പേര് വെച്ചിട്ടുള്ളത് ആ പേര് വെച്ചുകൊണ്ട് അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ പേരിനെ അതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള മെസ്സേജുകൾ വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇതിലെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൻ്റേതായിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാനുള്ളത്. രണ്ടാമത് ഇവിടെ ടാബുകളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടാബുകളുണ്ട്. ഇപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് ചിലതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ മുകളിൽ നമുക്കതിങ്ങനെ മാഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് പുതിയൊരു ടാബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ടാബിന് പേര് കൊടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ ടാബ് കോണ്ടാക്റ്റ് എന്നാണോ ഇനി ഗ്രൂപ്പാണോ ഏത് രീതിയിലാണ് വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ആ ടാബുകളെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ്സുകൾ ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്.
അതിനൊരു പേര് കൊടുക്കുക. ഏത് രീതിയിലാണെന്ന് വെച്ചാൽ 1 to 1 ഗ്രൂപ്പിലേക്കോ ടാബിലേക്കോ എങ്ങനെ പോകേണ്ടത് വെച്ചാൽ അത് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ എന്താണ് മെസ്സേജ് വേണ്ട മെസ്സേജ് കൊടുക്കുക. ഇനി ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ ഒക്കെ നമ്മൾ ഒരു ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ വാട്സപ്പിൽ വിടുകയും അത് ഡൗൺലോഡ് ചെയ്ത് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്ത് വിട്ടാൽ ഒരാൾക്ക് പേഴ്സണലായിട്ട് ചെല്ലുന്ന സമയത്ത് റെക്കോർഡഡ് വീഡിയോ അല്ലെങ്കിൽ ഫോർവേഡ് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എന്നൊന്നും കാണാതെ ഡയറക്റ്റ് നമ്മൾ അദ്ദേഹത്തിന് വിട്ടിട്ടുള്ള അതേ രീതിയിലായിരിക്കും ആ ഓഡിയോ പോവുക. ആ രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ടെംപ്ലേറ്റ്സിലുള്ളത്. പിന്നെ ഷെഡ്യൂൾഡ് ബ്രോഡ്കാസ്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് ഒരു മെസ്സേജൊക്കെ എന്ത് ചെയ്യാം, നിശ്ചിത ഒരു സമയത്ത് ഏത് സമയത്താണ് നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫോർവേഡ് ചെയ്യേണ്ടതിലേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പിന്നെ നമുക്കൊരു വർക്കിൻ്റെ ഒരു ഫ്ലോ ഒരു ചാറ്റ് ബോട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരാളൊരു മെസ്സേജ് അയക്കണം, ഹായ് എന്നൊരു മെസ്സേജ് വരികയാണെങ്കിൽ ഒരു കീവേഡ് അതല്ലെങ്കിൽ വെൽക്കം എന്ന് അല്ലെങ്കിൽ എന്താണോ ഒരാൾ നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് അയാൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പേര് വെച്ചുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ വർക്ക് ഫ്ലോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നൊരു ഹാർഡ്വെയർ ഷോപ്പാണ്. അപ്പോൾ അദ്ദേഹം പ്രോഡക്റ്റ് എന്നടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് അല്ലെങ്കിൽ സർവീസ് എന്നടിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം സർവീസുകളാണ് കൊടുക്കുന്നത് അത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണത്. ഓക്കെ, അത് ആ രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി ഇവിടെ ഇതിൻ്റെ ബാക്കിയുള്ള ചില ഫങ്ഷനുകളിൽ നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് കോണ്ടാക്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഗ്രൂപ്പുകളുടെ നമ്മുടെ ഒരേ നമ്മളുള്ള ഗ്രൂപ്പുകളിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എത്ര ആളുകളുണ്ട് എന്നടക്കമുള്ള ഒരുപാട് ഡാറ്റകളെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗപ്രദമാവും എന്നുള്ളതിലൊരു സംശയമില്ല. കൃത്യമായി നമുക്കിതിൻ്റെ ഓരോ ടാബുകൾ ക്രിയേറ്റ് ചെയ്ത് ഓരോ കസ്റ്റമറിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് മെസ്സേജുകൾ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വെച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ കൃത്യമായി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള സമയത്തിൽ ആ സെക്കൻഡിൽ അത് കൃത്യമായി നമ്മൾ വിചാരിക്കുന്ന ആളുകളിലേക്ക് എത്തും. ഇങ്ങനെ കൃത്യമായി ഒരു കസ്റ്റമറെ എങ്ങനെയാണ് നമ്മൾ ഒരു കസ്റ്റമറെ ഫോളോ ചെയ്യേണ്ടത് അത് കൃത്യമായി ഈ സോഫ്റ്റ്വെയർ നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഡെമോ അടക്കം നിങ്ങൾക്ക് 48 hours ഇതിൻ്റെ ഒരു ഡെമോ നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതായത് നിങ്ങൾക്കതിൻ്റെ കീ തന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അത് ഉപയോഗപ്രദമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.